വചനം ധ്യാനിക്കുമ്പോൾ. പ്രിയ ദൈവജനമേ, മഹത്വത്തിൻ സാന്നിധ്യം എന്ന വചന ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് തിരുനാൾ ആചരിക്കുന്ന ഈ അവസരത്തിൽ നിങ്ങൾക്കേവർക്കും ഈസ്റ്ററിൻ്റെ സന്തോഷവും സമാധാനവും ദൈവാനുഗ്രഹങ്ങളും നേരുകയാണ്. ആദിമ ക്രൈസ്തവരെ വിളിച്ചിരുന്ന ഒരു പേര് ഈസ്റ്റർ ജനത എന്നതാണ്. ഈ അവസരത്തിൽ എനിക്കും നിങ്ങളോട് പറയുവാനുള്ള സന്ദേശം ആദിമ ക്രൈസ്തവരെ പോലെ ഈസ്റ്റർ ജനതയാകുക എന്നുള്ളതാണ്. എന്തുകൊണ്ട് മറ്റു മതസ്ഥർ ക്രൈസ്തവരെ ഈസ്റ്റർ ജനത എന്ന് വിളിച്ചു എന്ന ചോദ്യത്തിന് ബെനഡിക്റ്റ് മാർപ്പാപ്പ പറയുന്ന ഉത്തരം, ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രമാണം യേശു മരണത്തെ തോൽപ്പിച്ച് ഉത്ഥാനം ചെയ്തു എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് ബെനഡിക്റ്റ് മാർപ്പാപ്പ, അദ്ദേഹത്തിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന പേര് ജോസഫ് റാറ്റ്സിംഗർ എന്നാണ്, അതിമനോഹരമായ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ജീസസ് ഓഫ് നാസറത്ത്. ഈ പുസ്തകത്തിൽ അദ്ദേഹം ജീസസ് റിസറക്ഷൻ ഫ്രം ദ ഡെഡ് എന്ന പേരിൽ ഒരു അധ്യായം കൊടുത്തിട്ടുണ്ട്, 9-ാമത്തെ അധ്യായം. അതിൽ അദ്ദേഹം പറയുന്നു, യേശുവിൻ്റെ ഉത്ഥാനം അത് ഇറ്റ്സ് വെരി ഫൗണ്ടേഷൻ. ക്രൈസ്തവ ജീവിതത്തിൻ്റെ മുഴുവൻ അടിസ്ഥാനം യേശുവിൻ്റെ ഉത്ഥാനമാണ് എന്നുള്ളതാണ്. ഇത് പറയാനായിട്ടുള്ള കാരണം പൗലോസ് ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ 15-ാമത്തെ അധ്യായത്തിലെ 14-ാമത്തെ വാക്യം തന്നെയാണ്. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. കാരണം ആദ്യത്തെ ക്രിസ്ത്യാനികൾ മുഴുവൻ ഏറ്റവും പ്രധാനമായി കണക്കാക്കിയിരുന്ന വിശ്വാസ പ്രമാണം യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. ഈസ്റ്റർ മനുഷ്യന് ശരിയായ പ്രതീക്ഷ നൽകുന്ന തിരുനാളാണ്. ഇന്ന് ഏറ്റവും അധികം മനുഷ്യൻ വേദനിക്കുന്നത് കുരിശുകളും ദുഃഖങ്ങളും ദുഃഖവെള്ളിയാഴ്ചകളൊക്കെ വരുമ്പോഴാണ്. എമ്മാവുസിലേക്ക് പോയ 2 ശിഷ്യന്മാരുടെ സംഭവം ലൂക്കായുടെ സുവിശേഷത്തിലെ 24-ാമത്തെ അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. വലിയ പ്രതീക്ഷയോടെയാണ് വരാനിരിക്കുന്ന രക്ഷകൻ യേശുവാണെന്നുള്ള ബോധ്യത്തിൽ നിന്നത്. അദ്ദേഹം അത്ഭുതങ്ങൾ ചെയ്തു, രോഗികളെ സുഖപ്പെടുത്തി, പിശാചുക്കളെ ബഹിഷ്കരിച്ചു, മരിച്ചവരെ ഉയർപ്പിച്ചു, 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റി, വെള്ളത്തിന് മീതെ നടന്നു. ശരിക്കും രക്ഷകനാണ്. ഇതാ ഇസ്രായേൽക്കാരെ റോമൻ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുവാനുള്ള യഥാർത്ഥ വിമോചകനാണ്. എന്നാൽ യേശു ഏറ്റവും വലിയ കൊലയാളിയെ പോലെ എഫ്രൈം ഗേറ്റിനടുത്ത് തലയോട്ടിയുടെ മല എന്ന് പറയുന്ന ഗാഗുൽത്തായിൽ 3 ആണുകളിൽ തൂങ്ങി വധിക്കപ്പെട്ടു. അദ്ദേഹം മരിച്ചു. മാത്രമല്ല, അരിമേത്യക്കാരൻ ജോസഫിന്റെ കല്ലറയിൽ അദ്ദേഹത്തെ അടക്കി. എല്ലാം അവസാനിച്ചു. അവർ തിരിച്ചു പോവുകയാണ്. ചില പെണ്ണുങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, അല്ല, ഇന്ന് രാവിലെ ഉയർത്തെഴുന്നേറ്റു. അതവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അവർ അവരുടേതായ ജെറൂസലമിലെ ഉയർന്ന മലയിൽ നിന്ന്, അപ്പസ്തോലന്മാരോട് കൂടി ഉണ്ടായിരുന്ന കൂട്ടായ്മയിൽ നിന്ന് അതെല്ലാം ഉപേക്ഷിച്ച് അവർ തങ്ങളുടെ കൂടാരത്തിലേക്ക്, എമ്മാവൂസ് താഴ്വരയിലേക്ക് അവർ തനിയെ പോയി. പകലാണെങ്കിലും അവർക്കൊന്നും മനസ്സിലായില്ല. അവർ പോവുകയാണ്. യേശു അവരുടെ കൂടെ നടന്നു. ഇന്നും നമ്മുടെയൊക്കെ കൂടെ യേശു നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു, ഇപ്രകാരം സംഭവിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം മനസ്സിലാകാതെ നമ്മൾ നമ്മുടെ വഴിക്ക് നമ്മുടെ പദ്ധതികളുമായിട്ട് പോവുകയാണ്. യേശു കൂടെ നടന്ന് അവരോട് പലതും പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത് കേട്ടപ്പോൾ
ലൂക്കായുടെ സുവിശേഷത്തിലെ 24-ാമത്തെ അധ്യായത്തിൽ നാം അവരെ വിളിക്കുന്ന ഒരു വാക്ക് നാം വായിച്ചു കേൾക്കുന്നുണ്ട്. അതെന്താണ്? ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കുവാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ. യേശു അവരെ വിളിക്കുന്ന വാക്കാണ് ഭോഷന്മാർ. പ്രവചനങ്ങൾ മനസ്സിലാക്കാൻ, ദൈവവചനം മനസ്സിലാക്കാൻ കഴിയാതെ പോയ ഹൃദയം മന്ദീഭവിച്ചവർ. എന്നെ കേൾക്കുന്ന നിങ്ങളോട് ചോദിക്കട്ടെ, ഇത് ഞാനും നിങ്ങളുമല്ലേ? പലപ്പോഴും ഈ അനുദിന ജീവിതത്തിൽ കാണുന്ന സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ, ദൈവവചനം മനസ്സിലാക്കാൻ പറ്റാതെ, സഹനത്തിന്റെ, ദുഃഖത്തിന്റെ, രോഗത്തിന്റെ, ചില അപകടങ്ങളുടെ ഒന്നും പലപ്പോഴും അർത്ഥം മനസ്സിലാകാതെ, കുരിശുകളുടെ അർത്ഥം മനസ്സിലാക്കാത്ത ഭോഷന്മാരല്ലേ? യേശു പറഞ്ഞു, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? ആദ്യത്തെ ക്രിസ്ത്യാനികൾ വാസ്തവത്തിൽ ആകെ നിരാശപ്പെട്ടതായിരുന്നു. അങ്ങനെയുള്ളവർക്ക് ഒരു നവജീവൻ, പ്രതീക്ഷ കൊടുത്തത് യേശു ഉയർത്തെഴുന്നേറ്റതാണ്. അതുകൊണ്ടാണ് ഉയർപ്പ് തിരുനാളിനെ പ്രതീക്ഷയുടെ തിരുനാൾ എന്ന് പറയുന്നത്. എല്ലാ കുരിശുകളും കിരീടത്തിലേക്കാകണം. എല്ലാ ദുഃഖ വെള്ളിയാഴ്ചകളും ഉയർപ്പ് ഞായറാഴ്ചയിലേക്ക് നയിക്കണം. ഇത് നയിക്കാത്ത ദുഃഖങ്ങളും രോഗങ്ങളും സഹനങ്ങളും എല്ലാം അതിനാൽ തന്നെ മൂല്യമില്ലാത്തതാണ്. അതുകൊണ്ട് യേശു പഴയ നിയമത്തെ ഉദ്ധരിച്ചുകൊണ്ട്, സംഖ്യയുടെ പുസ്തകത്തെ ഉദ്ധരിച്ചുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിലെ 3-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, മരുഭൂമിയിൽ മനുഷ്യരെ രക്ഷിക്കാൻ പിത്തള സർപ്പത്തെ ഉയർത്തിയതുപോലെ യേശു കാൽവരിയിൽ ഉയർന്നു നിൽക്കും. ആ കുരിശ് രക്ഷയുടെ അടയാളമാണ്. പക്ഷേ അത് കുരിശിൽ മാത്രം ഒതുങ്ങുന്നതല്ല. കുരിശ് രക്ഷയുടെ അടയാളമായത് എപ്പോഴാണ്? മരണത്തെ തോൽപ്പിച്ച് യേശു ഉയർത്തെഴുന്നേറ്റപ്പോഴാണ്. അതുകൊണ്ടാണ് 12-ാമത്തെ അധ്യായത്തിൽ യോഹന്നാൻ സുവിശേഷത്തിൽ പറഞ്ഞത്, മനുഷ്യപുത്രൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ ജനതകളെയും ആകർഷിക്കും. പക്ഷെ യേശു എല്ലാവരെയും ആകർഷിച്ചത് കാൽവരിയുടെ കുരിശിൽ തൂങ്ങിക്കിടന്നപ്പോൾ മാത്രമല്ല. അത് അതിനാൽ തന്നെ ആകർഷിക്കുന്നതല്ല. എല്ലാവരെയും ആകർഷിച്ചത് എപ്പോഴാണ്? മരിച്ച യേശു മരണത്തെ തോൽപ്പിച്ച് ഉത്ഥാനം ചെയ്തപ്പോഴാണ് എല്ലാവരെയും ആകർഷിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈസ്റ്റർ ജനത, ആ ഈസ്റ്റർ ജനതയുടെ ലക്ഷണങ്ങൾ നമുക്ക് ഉണ്ടാകണമെങ്കിൽ, ജനതയാകണമെങ്കിൽ നമുക്ക് എന്തു വേണം? ഈ പ്രതീക്ഷയുണ്ടാകണം. ഈസ്റ്റർ പുതുജീവന്റെ തിരുനാളാണ്. റോമക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 4-ാം വാക്യം, ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിന്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും ഒരു പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. ഒരു മരണത്തിൽ, അവന്റെ മരണത്തിന് സദൃശ്യമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവന്റെ പുനരുത്ഥാനത്തിന് സദൃശ്യമായ ഒരു പുനരുത്ഥാനത്തിലും നാം ഐക്യപ്പെട്ടവരായിരിക്കും. എന്നിട്ട് പുതുജീവനെ കുറിച്ച് പറയണം. നമ്മൾ 2 തരത്തില് പുതുജീവൻ പ്രാപിക്കുന്നുണ്ട്. മാമോദീസായോട് കൂടി ഈ ലോകത്തിൽ തന്നെ നമുക്ക് പുതുജീവൻ വേണം. അതൊരു പുതിയ അവസ്ഥയാണ്. അതോടൊപ്പം തന്നെ മരണത്തിന് ശേഷം ഒരു പുതിയ ജീവിതം നമുക്കുണ്ടാകണം. ഉയർപ്പ് തിരുനാളിന് നമ്മൾ ഉപയോഗിക്കുന്ന ചില പ്രതീകങ്ങളൊക്കെ ഉണ്ട്. പഴയ ദേവാലയങ്ങളിലൊക്കെ ഈ എടനയില വിതറാറുണ്ട്. ഇല ഒരു പുതുജീവന്റെ പ്രതീകമാണ്, ഒരു പുതുനാമിന്റെ പ്രതീകമാണ്. ഈസ്റ്റർ മുട്ട കൊടുക്കാറുണ്ട്. അത് പാശ്ചാത്യത്തിൽ നിന്ന് കിട്ടിയതാണെങ്കിൽ അതിന്റെ പ്രതീകം ഇതാണ്. അതിന്റെ ഉള്ളിൽ ജീവനുള്ളതുപോലെ അത് വിരിഞ്ഞ് കുഞ്ഞു പോയി പുറത്തു വരുന്ന പോലെ ഇതാ യേശു ഈ തോട്, ഈ ശൂന്യമായ കല്ലറ ഭേദിച്ച് ഇതാ പുറത്തു വന്നിരിക്കുന്നു. ഈസ്റ്ററിന്റെ രൂപത്തില് ഒരു പതാക നടത്താറുണ്ട്. ഇതാ വിജയ പ്രഖ്യാപിതനായി പുറത്തേക്ക് വരുന്നു. വി എന്നുള്ള പ്രതീകം, യേശു ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ രൂപം ഉള്ളപ്പോൾ എല്ലാം വിയുടെ പ്രതീകമുണ്ട്. അതാണ് വിക്ടറി. ഇതാ പുറത്തേക്ക് വന്നിരിക്കുന്നു. ഒരു പുതുജീവിതം നമുക്ക് നൽകുകയാണ്. മനുഷ്യൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന ചോദ്യത്തിന് നാം ഉത്തരം കണ്ടെത്തുന്നത് ഈ ഈസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. മനുഷ്യനോട് ചോദിക്കുക, നീ എന്തിനാണ് ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ പലതരത്തിലുള്ള ഉത്തരങ്ങൾ കിട്ടും. മനുഷ്യ, നീ എന്തിനാ ജീവിക്കുന്നത്? ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ 2-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ വാക്യം നാം കാണുന്നത്, മനുഷ്യനെ ദൈവം പൊടിയിൽ നിന്ന്, ചാരത്തിൽ നിന്ന് സൃഷ്ടിച്ചു. അവൻ പദാർത്ഥമാണ്. എന്നാൽ എങ്ങനെയുള്ള അവന് ജീവശ്വാസം കൊടുത്തു? ജീവനുള്ള പദാർത്ഥമാണ്, മൃഗമാണ്. എന്നാൽ ഉൽപ്പത്തി 2:17 കാണുന്നത് പോലെ അവന് നന്മതിന്മകളുടെ വൃക്ഷത്തിന്റെ അടുത്ത് നിർത്തി അവന് അറിവ് കൊടുത്തു, ബുദ്ധി കൊടുത്തു, വിവേചനം കൊടുത്തു. അവൻ ബുദ്ധിയുള്ള മൃഗമാണ്. പക്ഷേ മനുഷ്യൻ മൃഗം മാത്രമല്ല. മനുഷ്യൻ എന്തിന് ജീവിക്കുന്നു? മൃഗങ്ങളെ പോലെ ഭക്ഷിക്കാൻ മാത്രമാണോ? ചിലപ്പോഴൊക്കെ ചില യുക്തിവാദികൾ അവരൊക്കെ ഈ ലോകത്തിൽ മാത്രം ജീവിതത്തിന്റെ ലക്ഷ്യം ചിന്തിക്കുന്നവര് എങ്ങനെയാണ്? അവർക്ക് ജീവിക്കുന്ന കുറെ അധികാര, സന്തോഷം, ഇതൊന്നുമില്ലെങ്കിൽ, സന്തോഷമില്ലെങ്കിൽ, ദുഃഖം വരുമ്പോൾ അവർ പോയി ആത്മഹത്യ ചെയ്യുന്നു.
ശരിയായി ജീവിത ലക്ഷ്യമില്ലെങ്കിൽ രോഗം വരുന്നതിന് അർത്ഥമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ കുടുംബത്തിന് സുഖമില്ല അല്ലെങ്കിൽ സന്തോഷമില്ലെന്ന് കാണുമ്പോൾ ജീവിത ലക്ഷ്യം കൃത്യമായിട്ട് മനസ്സിലാക്കാത്തവർ ഉടനെ പോയിട്ട് ഭ്രൂണഹത്യക്ക് നിൽക്കുന്നു. കാരണം എന്താ? അവരുടെ ജീവിത ലക്ഷ്യം കൃത്യമല്ല. എന്തുകൊണ്ട് ദയാവധം അനുവദിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ പ്രായമായിട്ടുള്ളവർ എൻ്റെ കുടുംബത്തിന്, എൻ്റെ ജീവിതത്തിന്, എൻ്റെ സന്തോഷത്തിന് അവർ ഹാനികരമാണ്. അല്ലെങ്കിൽ ഒരുത്തൻ തന്നെ ചിന്തിക്കുകയാണ്, എനിക്ക് ഇങ്ങനെ സഹിച്ച് ജീവിക്കുന്നതിൽ അർത്ഥമില്ല, അതുകൊണ്ട് ഞാൻ മരിക്കുന്നു. കുരിശിന് അർത്ഥമില്ല, സഹനത്തിന് അർത്ഥമില്ല. പക്ഷെ ജീവിതത്തിന് അർത്ഥം കൊടുക്കുന്നത് യേശുവിന്റെ ഉത്ഥാനമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലെ 14-ാമത്തെ അധ്യായത്തിൽ യേശു പറഞ്ഞു, ഞാൻ പോകുന്നത് നല്ലതാണ്, ഞാൻ പോയി സ്ഥലമൊരുക്കി കഴിയുമ്പോൾ വീണ്ടും വരും നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ. എന്നിട്ട് പറഞ്ഞു, അല്ലയോ മനുഷ്യ, നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം ഞാനായിരിക്കുന്നിടത്ത് ആയിരിക്കാൻ വേണ്ടിയാണ്. ഞാൻ പിതാവിന്റെ ഭവനത്തിൽ നിന്ന് വന്നിരിക്കുന്നു. ദൈവം യോഹന്നാൻ 3:16 കാണുന്ന പോലെ തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ച് എന്തിനാ? മനുഷ്യനെ ദൈവവുമായിട്ട് രമ്യപ്പെടുത്താൻ, ദൈവത്തിലേക്ക് കൊണ്ടുപോകാൻ. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെ വീണ്ടും ദൈവത്തിന്റെ പക്കലേക്ക് കൊണ്ടുപോകാനാണ്. മനുഷ്യൻ വെറും മൃഗം മാത്രമല്ല, ബുദ്ധിയുള്ള മൃഗം മാത്രമല്ല. ഉൽപ്പത്തി 1:16 നാം 1:26 വായിക്കുന്ന പോലെ ദൈവം മനുഷ്യനെ തന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചത്. ദൈവം മനുഷ്യനെ ആത്മാവുള്ള മൃഗമായിട്ടാണ് സൃഷ്ടിച്ചത്. താബോറിലേക്കുള്ള യാത്രാവേളയിൽ യേശു ശിഷ്യന്മാരോട് ഉത്ഥാനത്തെക്കുറിച്ചൊക്കെ പഠിപ്പിച്ചു. ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. മത്തായിയുടെ സുവിശേഷത്തിലെ 16:21 17:23 20:19 അതുപോലെ തന്നെ സമാന്തര സുവിശേഷങ്ങളിലും 3 പ്രാവശ്യം യേശു തന്റെ പീഡാനുഭവത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്, ഉത്ഥാനത്തെക്കുറിച്ച് യേശു പ്രവചിച്ചു. പക്ഷെ ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. പിന്നീട് മനസ്സിലായത് ഉത്ഥാനത്തിന് ശേഷം തന്നെയാണ്. യേശു പറഞ്ഞു, ഞാൻ പോയി സ്ഥലമൊരുക്കി കഴിയുമ്പോൾ വീണ്ടും കൂട്ടിക്കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ തോമാസ് പറയുകയാണ്, തോമാസ് ലീഗ, കർത്താവ് നീ എവിടേക്കാ പോകുന്നത്? പിന്നെയാണ് ഞങ്ങൾക്ക് വഴി അറിയുക. യേശു പറഞ്ഞു, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. പക്ഷെ ഉത്തരം അവിടെയല്ല. ഞാൻ വഴിയല്ലാതെ ആരും പിതാവിന്റെ പക്കലെത്തുന്നില്ല. അല്ലയോ മനുഷ്യ, നീ എന്തിനാ ജീവിക്കുന്നേ? ഉത്തരം, ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കണം. എവിടെ? എൻ്റെ പിതാവിന്റെ ഭവനം. അപ്പോൾ അതുകൊണ്ടാണ് പൗലോസ് ലീഹ നേരത്തെ നാം വായിച്ച റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞതുപോലെ, നാം മരിച്ച് യേശുവിനോടുകൂടി ഉത്ഥാനം ചെയ്യേണ്ടിയിരിക്കുന്നു, പിതാവിന്റെ ഭവനത്തിൽ എത്തിച്ചേരേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈസ്റ്റർ ജനതയ്ക്ക് യഥാർത്ഥമായ സന്തോഷവും സമാധാനവും പുതുജീവനും അതിനേക്കാൾ എല്ലാത്തിലുപരി പ്രതീക്ഷയും ജീവിത ലക്ഷ്യവും നൽകിയത് ഇങ്ങനെയാണ്. എന്തിനു ജീവിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം ഇവിടെ ലഭിക്കുകയാണ്. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ 15-ാമത്തെ അധ്യായത്തിന്റെ 32-ാം വാക്യത്തില് ഈ ഉത്ഥാനത്തിനുള്ള പ്രതീക്ഷയില്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു ക്രൈസ്തവൻ എന്ന് പറയുന്നുണ്ട്. ആദ്യത്തെ ക്രിസ്ത്യാനികളെ കുറിച്ച് തന്നെ പറയുന്നത്. മാനുഷികമായി പറഞ്ഞാൽ എഫേസൂസിൽ വെച്ച് വന്യമൃഗങ്ങളോട് പോരാടിയതുകൊണ്ട് എനിക്ക് എന്തു പ്രയോജനം? മരിച്ചവർക്ക് പുനരുത്ഥാനമില്ലെങ്കിൽ നമുക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം. എന്തെന്നാൽ നാളെ നമ്മൾ മരിച്ചു പോകും. ഈ ഉത്ഥാനം ഇല്ലെങ്കിൽ നീ പോയി മരിച്ചോ? എന്തിനാ ദുഃഖിക്കണേ? ഈ മൃഗങ്ങളോട് ഞാൻ പോരാടിയതിന്, ഇങ്ങനെ സഹിക്കേണ്ടി വന്നതിന്, ഒരുപാട് സഹനങ്ങൾ പൗലോസ് ലീഗ സഹിക്കേണ്ടി വന്നതിന്റെ ആ കഥകൾ ഇങ്ങനെ വിവരിക്കും. എനിക്ക് ഒരു അർത്ഥമില്ല. ഇന്നും ഈ ഉത്ഥാനത്തിൽ വിശ്വസിക്കാത്ത മനുഷ്യർക്ക് സഹിക്കാൻ പറ്റില്ല. ബെനഡിക്റ്റ് മാർപ്പാപ്പ ഈ അടുത്ത് കഴിഞ്ഞ 2012 മാധ്യമ ദിനത്തിന് വേണ്ടി ഒരു സന്ദേശം കൊടുത്തതിൽ പറയുകയാണ്, ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ഒരു തെറ്റാണെന്ന് പറയുന്നില്ല, തിരുത്തേണ്ടതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നില്ല. ഇപ്പോഴത്തെ ജനതയ്ക്കുടെ ഏറ്റവും വലിയ പ്രശ്നം പലപ്പോഴും പരീക്ഷയെക്കുറിച്ചുള്ള ഒരു ആകാംക്ഷ വന്നു, അല്ലെങ്കിൽ തോൽക്കുമെന്ന് പേടിച്ചു പോയി ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളെ കുറിച്ചൊക്കെ കേൾക്കുന്നുണ്ട്. ഇതിന്റെ നമ്മുടെ പരിശീലനത്തിലൊക്കെ എന്തോ തെറ്റുണ്ട്. കാരണം ജീവിതത്തിന്റെ ലക്ഷ്യം വെറും നൈമിഷികമായ ഒരു കാര്യങ്ങളിലേക്ക് മാത്രം ഇത് നിർത്തുകയാണ്. ഈസ്റ്റർ ജനത അന്വേഷിച്ച് ചെന്നെത്തി കണ്ടെത്തിയത് ശൂന്യമായ കല്ലറയിലാണ്. നമ്മളൊക്കെ പലപ്പോഴും പോകുന്നത് കല്ലറയിലേക്ക് മാത്രമാണ്. കല്ലറയിൽ അവിടെ ചെന്ന് അവിടത്തും കൊണ്ട് എല്ലാം അവസാനിക്കുന്നു. പക്ഷെ നാം കണ്ടെത്തേണ്ടത് എന്താണ്? കല്ലറ, യേശുവിന്റെ കല്ലറ ശൂന്യമായതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ കല്ലറകൾ അത് പദാർത്ഥം എന്ന നിലയിൽ മാത്രം അവിടെ അവശേഷിക്കുന്നു. പക്ഷേ നമ്മുടെ ആത്മാവ് അത് പുതിയൊരു ജീവിതം, പുതിയൊരു അവസ്ഥ, എ ന്യൂ ഫോം ഓഫ് എക്സിസ്റ്റൻസ്. ഇതാണ് മാർപ്പാപ്പ ഈ ഉത്ഥാനത്തെക്കുറിച്ച് ഈ പുസ്തകത്തിൽ പറയുമ്പോൾ, എ ന്യൂ ഫോം ഓഫ് എക്സിസ്റ്റൻസ്, ഒരു പുതിയ ജീവിതാവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നു. ക്രിസ്തുവിനുണ്ടായിരുന്നത് ഇത് തന്നെയാണ്.
എങ്ങനെയാണ് യേശു ഇന്ന് നമ്മോടുകൂടെ വസിക്കുന്നത് എന്ന്, ഉത്ഥിതനായി യേശു ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. ഒന്നാമതായിട്ട് യേശു ജീവിക്കുന്നത് തൻ്റെ വചനത്തിലൂടെയാണ്. പരിശുദ്ധ കന്യകാമറിയത്തിൽ വചനം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ മറിയത്തിൽ മാംസം ധരിച്ചു. കർത്താവിന്റെ വചനം ഇന്ന് നമ്മിൽ മാംസം ധരിക്കുമ്പോഴെല്ലാം യേശു നമ്മിൽ ജീവിക്കുക തന്നെയാണ്. അതുകൊണ്ട് ഈസ്റ്റർ ജനതയുടെ ഒന്നാമത്തെ ലക്ഷണം അവർ വചനത്തിൽ തൽപരരായിരുന്നു എന്നുള്ളതാണ്. അപ്പസ്തോല പ്രവർത്തനത്തിൽ 2-ാം അധ്യായം 42-ാം വാക്യം എന്താണ്? ആദിമസഭ അപ്പസ്തോലന്മാരുടെ പ്രബോധനത്തിൽ സദാ താല്പര്യപൂർവം പങ്കുചേർന്നു. അതുകൊണ്ട് ഈസ്റ്റർ ജനത ആകണമെങ്കിൽ ഈ വചന ശുശ്രൂഷയിൽ നമ്മൾ തൽപരരാകണം. രണ്ടാമതായിട്ട് യേശു ഇന്ന് നമ്മുടെ കൂടെ ജീവിക്കുന്നത് തൻ്റെ ശരീരരക്തങ്ങളിലൂടെയാണ്. ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്ത യേശു 2000 കൊല്ലം മുമ്പ് ഈ ഭൂമിയിൽ നിന്ന് മരിച്ചുപോയി. എന്നാൽ ഇന്ന് ജീവിക്കുന്നത് തൻ്റെ തുടർച്ചയായ സഭയിലൂടെയാണ്. ഇന്ന് ജീവിക്കുന്നത് തുടർച്ചയായ കൂദാശകളിലൂടെയാണ്. ആ കൂദാശകൾ പ്രധാനമായിട്ടും മാമോദിസയിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയിലൂടെ. അപ്പോൾ യേശു ഇന്ന് ജീവിക്കുന്നത്, യേശുവിനെ കണ്ടുമുട്ടാൻ സാധിക്കുന്നത് കൂദാശകളിലൂടെയാണ്. എന്താണ് കൂദാശ? കാണപ്പെടാത്ത വരപ്രസാദ ജീവനെ നൽകുന്ന, കാണപ്പെടുന്ന അടയാളമാണ്. യേശു ഇന്ന് നമ്മിലൂടെ കൂദാശകളിലൂടെ ജീവിക്കുന്നു. അതിലേറ്റവും പ്രധാനമായിട്ട് പരിശുദ്ധ കുർബാനയിലൂടെ യേശു ജീവിക്കുകയാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ യേശു പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിച്ചു. ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്, ഞാൻ നൽകുന്ന പാനീയം എൻ്റെ രക്തമാണ്. ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുന്നവൻ, ഈ പാനീയത്തിൽ നിന്ന് കുടിക്കുന്നവൻ എന്നും ജീവിക്കും. ശിഷ്യന്മാർക്ക് സംശയമുണ്ടായി. പലരും അവിടുത്തെ ഉപേക്ഷിച്ചു. 66-ാമത്തെ വാക്യം നമുക്ക് കാണുന്നത് എന്താ? 60-ാമത്തെ വാക്യമായപ്പോൾ പലരും പിറുപിറുക്കാൻ തുടങ്ങി. 66-ാമത്തെ വാക്യമായപ്പോഴേക്കും പലരും അവിടുത്തെ ഉപേക്ഷിച്ചു. യേശു ശിഷ്യന്മാരോട് ചോദിക്കുക, പാപിനിയായ ആ സ്ത്രീയോട് പശ്ചാത്തപിച്ച സ്ലേഹന്മാരുടെ തെറ്റുകൾക്ക് മാപ്പ് കൊടുത്ത അതേ യേശു പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ ഈ പഠനത്തിന് യാതൊരു വിട്ടുവീഴ്ചയും നൽകിയില്ല. യേശുവിന്റെ ചില പഠനത്തിന് വിട്ടുവീഴ്ചയില്ല. യേശുവിന്റെ പീഡാനുഭവത്തെ, മരണത്തെ, ഉത്ഥാനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ യെരൂസലേമിലേക്കുള്ള യാത്രാവേളയില് യേശുവിനെ വളരെയേറെ സ്നേഹിച്ച പത്രോസ് പറഞ്ഞു, കർത്താവ് നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ, ദൈവിക പദ്ധതിയുടെ മുമ്പിൽ സംഭവിക്കാതിരിക്കട്ടെ എന്ന് തടസ്സം പറഞ്ഞ പത്രോസിനെ വിളിച്ച പേര് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്താണ് ആ പേര്? സാത്താനെ എന്ന്. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതിയുടെ തടസ്സം നിൽക്കുന്നവരൊക്കെ സാത്താന്മാരാ. ഇന്ന് പിശാചുക്കളൊക്കെ ആ രൂപത്തിൽ, പല രൂപത്തിലാണ് വരുന്നത്. അപ്പോൾ യേശു ഇന്ന് ജീവിക്കുന്നത് പരിശുദ്ധ കുർബാനയിലൂടെ, കൂദാശയിലൂടെയാണ്. അതുകൊണ്ട് ഈസ്റ്റർ ജനത അപ്പം മുറിക്കലിൽ നടപടി 2:42 വായിക്കുന്ന പോലെ സദാ താല്പര്യപൂർവം പങ്കുചേർന്നു. മൂന്നാമത്തേത് ഈസ്റ്റർ ജനതയ്ക്കുണ്ടായിരുന്നത് അവരുടെ കൂട്ടായ്മയാണ്. എമ്മാവു ശിഷ്യന്മാര് അവർ തനിച്ചു പോയി കഴിഞ്ഞപ്പോൾ, രാത്രി ആയപ്പോൾ യേശു മുന്നോട്ട് പോകുന്നതായിട്ട് ഭാവിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നാഥ വസിക്കണമേ. ബെനഡിക്റ്റ് മാർപ്പാപ്പയുടെ പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പ്രബോധനത്തിന്റെ മനോഹരമായ ഹെഡിങ് ഇതാണ്, മാനേ നൊബിസ്കും, നാഥ ഞങ്ങളോട് കൂടെ വസിക്കണമേ. യേശു വസിച്ചു, അപ്പം മുറിച്ചു, വാഴ്ത്തി അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. പലപ്പോഴും നമ്മുടെ കണ്ണ് തുറക്കുന്നത് ഈ ആരാധനയുടെ അവസരത്തിലാണ്. യേശുവിന്റെ സഭയെക്കുറിച്ച് പറയുന്നത് എന്താ? എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലെ 2-ാമത്തെ അധ്യായം 21-ാം വാക്യം എന്താണ്? ക്രിസ്തുവിൽ ഭവനമൊന്നാകെ സമന്വയിപ്പിക്കപ്പെട്ടിരിക്കുന്നു. തൃശ്ശൂർ അതിരൂപതയുടെ 125-ാം വർഷത്തിന്റെ ജൂബിലി ആഘോഷിക്കുന്ന വേളയിൽ മുദ്രാവാക്യമായി എടുത്തത് ഈ എഫേസ്യർ 2:21. അത് പറയുന്നൊരു വാക്യം എന്താണ്? അപ്പസ്തോലന്മാരാകുന്ന അടിത്തറമേൽ പണിയപ്പെട്ടതാണ് ഈ ഭവനം. മൂലക്കല്ല് ക്രിസ്തുവാണ്. ക്രിസ്തു മൂലക്കല്ലും അപ്പസ്തോലന്മാർ അതിന്റെ തൂണുകൾ, അടിത്തറയുമായിട്ടുള്ള ആ ഭവനമാണ് ശരിയായ കൂട്ടായ്മ. ഈ അതുകൊണ്ടാണ് ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ 2000 കൊല്ലത്തെ പാരമ്പര്യമുള്ള കൂട്ടായ്മയിലാണ് ഭവനം ഒന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നത്. ഈസ്റ്റർ ജനത സത്യം മനസ്സിലാക്കിയാൽ
ഈ കൂട്ടായ്മയിലേക്ക് തിരികെ വരണം. ഇന്ന് ഈ സഭാ കൂട്ടായ്മയിൽ നിന്ന് പലരും അകന്നു പോകുന്നുണ്ട്. അവരെ തിരികെ കൊണ്ടുവരാനുള്ള ക്ഷണമാണ് ഈ ഈസ്റ്റർ നമുക്ക് തരുന്നത്. ഉത്ഥിതനായ യേശു എമ്മാവുസ് സ്ലീഹന്മാരുടെ കൂടെ പോയി അപ്പം മുറിച്ച് അവരുടെ കണ്ണു തുറന്ന് അവരുടെ തെറ്റിനെ കുറിച്ച് ബോധ്യപ്പെടുത്തി കൂട്ടായ്മയിലേക്ക് തിരികെ കൊണ്ടുവന്നതുപോലെ ഈ ഉത്ഥാനത്തിന്റെ തിരുനാളിന്റെ അവസരത്തിൽ ഞാനും നിങ്ങളെ ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ് ഈ സഭാ കൂട്ടായ്മയിലേക്ക് തിരികെ വരാൻ. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, യേശു പ്രാർത്ഥനയിലൂടെ ജീവിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനത്തിൽ 2:42 ആദിമ ക്രൈസ്തവ സഭയുടെ 4 ലക്ഷണങ്ങൾ പറഞ്ഞു. 1 അപ്പസ്തോലന്മാരുടെ പ്രബോധനം, വചന ശുശ്രൂഷ. 2 അപ്പം മുറിക്കൽ, കൗദാശിക ശുശ്രൂഷ. 3 കൂട്ടായ്മ, നേരത്തെ പറഞ്ഞ സഭാ കൂട്ടായ്മയുടെ, പ്രത്യേകിച്ച് പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന്റെ ആ കൂട്ടായ്മയിൽ. 4 പ്രാർത്ഥനയിൽ. അപ്പസ്തോല പ്രവർത്തനത്തിന്റെ 1-ാമത്തെ അധ്യായത്തിൽ ഈ പ്രാർത്ഥനയുടെ നല്ലൊരു ലക്ഷണം കാണുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് വന്നത്. ആ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കാൻ സഹായിച്ച ഒരു വ്യക്തിയുണ്ട്. 1:14 കാണുന്നതെന്നാണ് പരിശുദ്ധ അമ്മ. സഭാ കൂട്ടായ്മയുടെ ഉത്ഥിതനായ യേശുവിന്റെ ഏറ്റവും വലിയ സാക്ഷി 1 തോമാസ് ശ്ലീഹായാണ്, യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തിൽ കാണുന്ന പോലെ. എന്നാൽ ഉത്ഥിതനായ യേശുവിന്റെ പ്രതീക്ഷയോടെ ജീവിച്ചിരുന്ന സഭയുടെ ആദിജാതയാണ് പരിശുദ്ധ അമ്മ. ഈ അമ്മയോടുകൂടി ചേരുമ്പോഴാണ് സഭാ കൂട്ടായ്മയും ഈസ്റ്റർ ജനതയുടെ കൂട്ടായ്മയും പൂർത്തിയാകുക. ആ അമ്മയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും യേശുവിനെ കണ്ടെത്താനാകും. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഈസ്റ്റർ ദിനത്തിന്റെ സന്ദേശം ആദിമസഭയെ പോലെ ഈസ്റ്റർ ജനതയാകുക. ഈസ്റ്റർ ജനത പ്രതീക്ഷയുടെ ജനതയായിരുന്നു, സമാധാനത്തിന്റെ ജനതയായിരുന്നു, നവജീവിതത്തിന്റെ ജനതയായിരുന്നു, ലക്ഷ്യബോധമുള്ളവരായിരുന്നു. അവർ ക്രിസ്തുവിന്റെ മാർഗത്തിൽ ജീവിച്ചിരുന്ന മാർഗവാസികളായിരുന്നു. അവർ സഹനത്തിന് അർത്ഥം കണ്ടെത്തിയവരായിരുന്നു. അവർ ജീവിതത്തിൽ വിജയിച്ചവരായിരുന്നു. അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു, വചനം പങ്കുവെച്ചു, അപ്പം പങ്കുവെച്ചു, അവർ സ്നേഹം പങ്കുവെച്ചു. അങ്ങനെ ഒരു സ്നേഹ സമൂഹമായി അവർക്കൊരാത്മാവും ഒരു ഹൃദയവുമായിരുന്നു. ഇങ്ങനെയുള്ള ഒരു സ്നേഹ സമൂഹമായി തീരാൻ, ഈസ്റ്റർ ജനതയാകാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഏവർക്കും ഈസ്റ്ററിന്റെ ആശംസകൾ. ഹാപ്പി ഈസ്റ്റർ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. എന്റെ ഈശോ സ്നേഹമായി എന്നിലേക്കെഴുന്നള്ളുമ്പോൾ എല്ലാം മറന്നു സ്തുതി പാടുന്നു. നിന്നിൽ അലിയാൻ മിഴിനീരോടെ ആരാധന ആരാധന ആരാധന. പരിശുദ്ധിയിൽ മഹത്വപൂർണനായ ദൈവം തന്നെ ശൂന്യനാക്കി തിരുവോസ്തി രൂപനായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ സ്നേഹപിതാവിലൂടെ കർത്താവിന്റെ വചനം നമ്മൾ അനുഭവിക്കുകയായിരുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളിലേക്കും ആവശ്യങ്ങളിലേക്കും കർത്താവിന്റെ അനുഗ്രഹത്തിന്റെ അഭിഷേകം നദി പോലെ ഒഴുകപ്പെടുവാനായി ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇരുകരങ്ങളും ഈശോയുടെ മുൻപിലേക്ക് യാചനാപൂർവ്വം നമുക്ക് നീട്ടിപ്പിടിക്കാം. സ്തുതിച്ച് പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഇതാ അനേകം ജീവിതങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് ദൈവരാജ്യത്തിന് വേണ്ടി ശക്തീകരിച്ച് അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുന്ന അത്ഭുതത്തിന് മണിക്കൂറുകളാണ്. സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ആരൊക്കെ ആഗ്രഹിക്കുന്നുവോ അവരെല്ലാം കർത്താവ് നിറച്ചുകൊണ്ടിരിക്കുകയാ. ഇരുകരങ്ങളും ഈശോയുടെ മുൻപിൽ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കേ. അശുദ്ധിയുടെ കെട്ടുകള്, ജഡത്തിന്റെ മോഹങ്ങള്, ഈ ലോകത്തിന്റെ ഇമ്പങ്ങളെല്ലാം കത്തിച്ചാരമാകുവാൻ ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കേ. സ്വർഗത്തിന്റെ തിളങ്ങുന്ന മുത്തായി മാറുവാൻ ഏറ്റവും ഒരുക്കത്തോടെ ഈ വെള്ളിയാഴ്ചയിലെ ഓരോ കുദാശകളിലും പങ്കെടുത്ത് ദൈവത്തിന്റെ പരിപൂർണമായ അഭിഷേകം നിറവിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു ഈ ആരാധന ശുശ്രൂഷയിൽ ആരൊക്കെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നുവോ
ഒരുക്കത്തോടെ പ്രാർത്ഥിക്കുന്നു. ആ മക്കളുടെ മേലെല്ലാം അവിടുത്തെ മുറിവേറ്റ കരങ്ങൾ വെച്ച് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ഈശോ പകരുന്ന അഭിഷേകം സ്വീകരിച്ച് പ്രാർത്ഥിക്കേ, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കേ. ഇത് അനേകം കെട്ടുകൾ പൊട്ടുന്നു, അനേകം ബന്ധങ്ങൾ അഴിയുന്നു, അനേകം കുടുംബങ്ങൾ ദൈവരാജ്യത്തിനായി വിശുദ്ധീകരിക്കപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം, സ്തുതിച്ച് പ്രാർത്ഥിക്കാം. അഭിഷേകം പകരണമേ, അഭിഷേകം പകരണമേ, അഭിഷേകം പകരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തിന്റെ പ്രവൃത്തി. സഹോദര, നിന്റെ ജീവിതത്തിൽ